Hello dear children, through the previous classes we discussed about the two chapters on a vacation and a playhouse. We go through these topics, we study about ones and tens, addition, subtraction, etc. I hope that all are understood it. Okay, then now we can start our new chapter and third chapter. Its name is There is a Limit. What is the meaning of there is a limit? Yes, അധികമായാൽ എല്ലാതും ഒരു പാകത്തിന് അല്ലേ, അപ്പോൾ അധികമായാൽ എന്നാണ് മീനിങ്. Then in the previous class we discussed about ones and tens. വൺസിനെ കുറിച്ചും ടെൻസിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് അഡീഷൻ യൂസിങ് അബാക്കസ് യൂസ് ചെയ്തിട്ടുള്ള അഡീഷനും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ. അപ്പോൾ അഡീഷനൊക്കെ എല്ലാവർക്കും നന്നായി പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മളൊരു 2 ഡിജിറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഏത് പ്ലേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വൺസ് പ്ലേസ് എന്നാണ് അല്ലേ. ദെൻ ടെൻസ് പ്ലേസ്. ഫസ്റ്റ് വി ക്യാൻ ആഡ് വൺസ് പ്ലേസ് ആൻഡ് ദെൻ ടെൻസ് പ്ലേസ്. അങ്ങനെ ആണ് നമ്മൾ ആഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇനി ദെൻ ലിസൺ ഹിയർ, ഓൾ ഓഫ് യു ലിസൺ കെയർഫുള്ളി. പേജ് നമ്പർ 45 and 44. Then Udaran king is a big fat one eating. A lot was his only fun, rice and curry. ഈ പാഠഭാഗം തുടങ്ങുന്നത് തന്നെ ഒരു പിക്ചർ. എന്താണ് ആ പിക്ചറിൽ തന്നിട്ടുള്ളത്? ഒരു കിങ് അല്ലേ, ഒരു രാജാവിരുന്ന് ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന, നല്ല തടിച്ചൊരു രാജാവിരുന്ന് ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ഒരു കാഴ്ച അല്ലേ. There is a lot of mangoes or fruits. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരുപാട് ഫ്രൂട്ട്സുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ചിത്രത്തിൽ നിന്ന് നമുക്ക് അത് തന്നെ മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതിയെക്കുറിച്ച്. ഈറ്റിംഗ് എ ലോട്ട്, ഒരുപാട് അദ്ദേഹം കഴിക്കുന്നുണ്ട്. ഹി എയ്റ്റ് ഇൻ എ ഹറി കേക്ക്സ് ആൻഡ് സ്വീറ്റ്സ് ബൈ ദ ടണ്ണ് കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് കേക്കുകളും സ്വീറ്റ്സുകളും ഒക്കെ അദ്ദേഹം ഒറ്റ ഇരിപ്പിന് കഴിക്കും. അതാണ് ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. ദെൻ ഫസ്റ്റ് ആക്ടിവിറ്റി, ഹൗ മെനി മാംഗോസ്? എത്ര മാംഗോസ് ഉണ്ട്? 2 baskets of mangoes before the king, 60 in the first and 30 in the second. ഉദാരൻ കിങ്ങിൻ്റെ ഫ്രണ്ടിലെ മുന്നിൽ 2 ബാസ്ക്കറ്റ് മാംഗോസ് ഇരിക്കുന്നുണ്ട്. 60 in the first basket and 30 in the second. ഫസ്റ്റ് ബാസ്ക്കറ്റിൽ എത്ര മാംഗോസ് ആണുള്ളത്? 60 മാംഗോസ്, 60 മാംഗോസ് ഉണ്ട്. ദെൻ സെക്കൻഡ് വൺ ഈസ് 30 മാംഗോസ്. ദെൻ ഹൗ മെനി ഇൻ ഓൾ? അപ്പോൾ ടോട്ടൽ എത്ര മാംഗോസ് ഉണ്ടെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. 60 + 30. 60യോട് കൂടി 30 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 90 മാംഗോസ്. ദെൻ ഓൾ ഓഫ് യു റൈറ്റ് ഇൻ ദിസ് ബോക്സ് 90. ഹൗ മെനി ഇൻ ഓൾ? ഹൗ മെനി ഇൻ ഓൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അവിടെ എല്ലാവരും 90 എന്ന് എഴുതി ചേർക്കണം. ദെൻ ദ കിങ് എയ്റ്റ് സം മാംഗോസ്. Only 10 are left in the first basket and 6 in the second. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലിരിക്കുന്ന ആ മാംഗോസ് എല്ലാം അദ്ദേഹം കഴിക്കുകയാണ്. അപ്പോൾ കഴിച്ചപ്പോൾ ഹി എയ്റ്റ് സം മാംഗോസ്, അതിൽ നിന്ന് കുറച്ച് മാംഗോസ് അദ്ദേഹം കഴിച്ചു. ഓൺലി 10 are left in the first basket. ആ ഫസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്നും അദ്ദേഹം കഴിച്ചതിൽ ഇനി ബാക്കിയുള്ളത് ഓൺലി 10 മാംഗോസ്. ആകെയുള്ളത് 10 മാംഗോസ് ആണ്. ആൻഡ് 6 ഇൻ ദ സെക്കൻഡ്, രണ്ടാമത്തെ ബാസ്ക്കറ്റിൽ ആകെയുള്ളത് എത്രയാണ്? 6 മാംഗോസ് ആണ്. ഇനി
അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഹൗ മെനി മാംഗോസ് ഡിഡ് ദ കിങ് ഈറ്റ്. അപ്പോൾ ആ കിങ് എത്ര മാംഗോസ് കഴിച്ചിട്ടുണ്ടെന്നാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത്. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് ബാസ്ക്കറ്റിൽ എത്ര മാംഗോസ് ആണുള്ളതെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ബാസ്ക്കറ്റ് ഫസ്റ്റ് ബാസ്ക്കറ്റിൽ 60 മാംഗോസ് ആണുള്ളത് അല്ലേ, 60 മാംഗോസ്. ആൻഡ് സെക്കൻഡ് ബാസ്ക്കറ്റ് ബാസ്ക്കറ്റിൽ 30 മാംഗോസ് ആണുള്ളത്. അപ്പോൾ ടോട്ടൽ എത്ര മാംഗോസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തി. 60 + 30 വി ഗോട്ട് 90 നമുക്ക് ആൻസർ കിട്ടിയതാണ്. ഇനി ഈ 90 മാംഗോസിൽ നിന്നും ഹി എയ്റ്റ് സം മാംഗോസ്, അതിൽ നിന്നും കുറച്ച് മാംഗോസ് അദ്ദേഹം കഴിച്ചു എന്ന് പറഞ്ഞു. ഫസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്നും അദ്ദേഹം കഴിച്ചിട്ട് ബാക്കിയുള്ള മാംഗോസ് എത്രയാണ്? ഓൺലി 10 മാംഗോസ് ആണ്. 10 ആർ ലെഫ്റ്റ് ഇൻ ദി ഫസ്റ്റ് ബാസ്ക്കറ്റ്. ഫസ്റ്റ് ബാസ്ക്കറ്റിൽ ആകെയുള്ളത് 10 മാംഗോസ് ആണ്. ദെൻ 6 ഇൻ ദ സെക്കൻഡ് ബാസ്ക്കറ്റിൽ ആകെയുള്ളത് എത്രയാണ്? 6 ആണ്. അപ്പോൾ നമ്മളോട് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഹൗ മെനി മാംഗോസ് ഡിഡ് ദ കിങ് ഈറ്റ്. അപ്പോൾ എത്ര മാംഗോസ് അദ്ദേഹം കഴിച്ചിട്ടുണ്ടാവും എന്നാണ് നമ്മളോട് കണ്ടെത്താൻ പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടെത്താം നോക്കാം. ഫസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്നും ആകെയുള്ളത് 10. അപ്പോൾ 60ൽ നിന്നും 10 നമുക്ക് മൈനസ് ചെയ്ത് നോക്കാം. 60 മൈനസ് 10 ഈക്വൽ 50. 60 മൈനസ് 10 ഈക്വൽ 50. അപ്പോൾ ഫസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് അദ്ദേഹം എത്ര മാംഗോസ് കഴിച്ചു? 50 മാംഗോസ് ആണ് അദ്ദേഹം കഴിച്ചത്. ദെൻ 6 ഇൻ ദ സെക്കൻഡ് ബാസ്ക്കറ്റ്, ആകെ 6 മാംഗോസ് ആണ് സെക്കൻഡ് ബാസ്ക്കറ്റിൽ ബാക്കിയുള്ളത്. ആകെ ഉണ്ടായിരുന്നത് എത്രയാണ്? 30 മാംഗോസിൽ നിന്നും എത്ര മൈനസ് ചെയ്ത് നോക്കണം? 6 മൈനസ് ചെയ്ത് നോക്കണം അല്ലേ. 6 ബാക്കി ആകെ 6 മാംഗോസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്യണം? 0യിൽ നിന്നും 6 മൈനസ് ചെയ്യണം. ഫസ്റ്റ് 0യിൽ നിന്നും 6 മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി ക്യാൻ ടേക്ക് 1 ഹിയർ അല്ലേ. ഈ 3യിൽ നിന്നും 1 നമുക്ക് എടുക്കണം. എപ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ, മൈനസ് ചെയ്യുമ്പോൾ മുകളിൽ വലിയ സംഖ്യ ആണെങ്കിൽ മാത്രമേ നമുക്ക് മൈനസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ വലുതാക്കി കൊടുക്കണം അല്ലേ. ഹിയർ 10 ആൻഡ് ഹിയർ 2. 10 മൈനസ് 6, 10ൽ നിന്നും 6 മൈനസ് ചെയ്യണം. വി ഗോട്ട് 4. ദെൻ ഇവിടെ ഇനി എത്ര ഉണ്ട്? 2. അപ്പോൾ ഫസ്റ്റ് ബാസ്ക്കറ്റിൽ, സെക്കൻഡ് ബാസ്ക്കറ്റിൽ എത്ര മാംഗോസ് ആണ് ഇനി ഉള്ളത്? 6 മാംഗോസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് എത്ര കഴിച്ചു? 24 മാംഗോസ് അദ്ദേഹം കഴിച്ചിട്ടുണ്ട്. ദെൻ ലിസൺ. Then all of you write here, from the first basket. ആദ്യ ബാസ്ക്കറ്റിൽ നിന്നും ഉള്ളൊരു കോളുണ്ട്. അവിടെ ആ കോളത്തിൽ നമ്മൾ എഴുതണം 50. ഫ്രം ദി ഫസ്റ്റ് ബാസ്ക്കറ്റ് എന്നുള്ള കോളത്തിൽ നമ്മൾ എഴുതി ചേർക്കുക 50. ദെൻ ഫ്രം ദി സെക്കൻഡ്, രണ്ടാമത്തെ ബാസ്ക്കറ്റിൽ നിന്നും എത്ര കഴിച്ചു? അപ്പോൾ നമ്മളിവിടെ സെക്കൻഡ് 24 ഫസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്നും കഴിച്ചത്, ഇത് സെക്കൻഡ് ബാസ്ക്കറ്റിൽ നിന്നും കഴിച്ചത്. അപ്പോൾ അവിടെ 24 എഴുതണം. ദെൻ ടോട്ടൽ. അപ്പോൾ അദ്ദേഹം ടോട്ടൽ എത്ര കഴിച്ചു എന്ന് കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? 50യും ഫസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്നും കഴിച്ച മാംഗോസും സെക്കൻഡ് ബാസ്ക്കറ്റിൽ നിന്നും കഴിച്ച മാംഗോസും തമ്മിൽ പ്ലസ് ചെയ്താൽ അദ്ദേഹം ടോട്ടൽ കഴിച്ച മാംഗോസ് നമുക്ക് കിട്ടും. 50 + 24, 0 + 4 എത്ര കിട്ടുക? 4. നമ്മൾ ഏതൊരു സംഖ്യയോടുകൂടി
0 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതേ സംഖ്യ കിട്ടുക. അപ്പോൾ 0 + 4 4 5 + 2 7 ടോട്ടൽ ഹി ate 74 മാംഗോസ്. അപ്പോൾ അദ്ദേഹം ആകെ കഴിച്ച മാംഗോസുകളുടെ എണ്ണം ടോട്ടൽ എന്നുള്ളത് നമുക്ക് അവിടെ എന്ത് എഴുതി ചേർക്കാം? ഓൾ ഓഫ് യു റൈറ്റ് ഹിയർ 74 എന്ന് എഴുതി ചേർക്കാം. ദെൻ അത് ഒരു കോളത്തിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് ടെൻസ് ആൻഡ് വൺസ്. ടെൻസ് കോളത്തും ടെൻസിൻ്റെ കോളം വൺസ് കോളം. അപ്പോൾ ടെൻസിൻ്റെ കോളത്തിൽ നമ്മൾ 5 എന്നും വൺസിൻ്റെ കോളത്തിൽ 0 എന്ന് എഴുതണം 50 അല്ലേ. ദെൻ 24 ആകുമ്പോൾ 4 വൺസ് ആൻഡ് 2 tens. Here then add 0 + 4 4 5 + 2 7 total 74. Next one is another method I found out. വേറെ രീതിയിൽ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് എഴുതാനായിട്ടാണ് നെക്സ്റ്റ് ഒരു കോളം അവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് സ്റ്റെപ്പ് എഴുതിയിട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ എല്ലാവരും എഴുതിയെടുക്കുക. First we can write total mangoes. Total mangoes equal 60 + 30 90. Then the mangoes left in the first basket. ആദ്യത്തെ ബാസ്ക്കറ്റിൽ എത്ര മാംഗോസ് ഉണ്ട് എന്നാണ് നമ്മൾ എഴുതി ചേർക്കുന്നത്. ദി മാംഗോസ് ലെഫ്റ്റ് ഇൻ ദി ഫസ്റ്റ് ബാസ്ക്കറ്റ് ഈക്വൽ 10. ദെൻ നെക്സ്റ്റ് വൺ സെക്കൻഡ് ബാസ്ക്കറ്റിലുള്ള മാംഗോസിൻ്റെ എണ്ണം എന്നാണ് നെക്സ്റ്റ് എഴുതേണ്ടത് അല്ലേ. ദി മാംഗോസ് left in the second basket equal to 6. Then total number of mangoes left, ബാക്കിയുള്ള മാംഗോസുകളുടെ എണ്ണം ഈക്വൽ ടു ബാക്കിയുള്ള മാംഗോസുകളുടെ എണ്ണം കിട്ടാൻ വേണ്ടി ഫസ്റ്റ് ബാസ്ക്കറ്റിൽ ബാക്കി വന്ന മാംഗോസും സെക്കൻഡ് ബാസ്ക്കറ്റിൽ ബാക്കി വന്ന മാംഗോസും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടും 10 + 6 = 16. ദെൻ ഇനി നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അദ്ദേഹം എത്ര മാംഗോസ് കഴിച്ചു എന്നതാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദ മാംഗോസ് ഹി ate. ലാസ്റ്റ് വൺ ഈസ് he ate equal 90. ടോട്ടൽ മാംഗോസിൽ നിന്നും ബാക്കിയുള്ള മാംഗോസ് മൈനസ് ചെയ്താൽ ആൻസർ കിട്ടും. 90 - 60. 90ൽ നിന്നും 60 മൈനസ് ചെയ്ത് നോക്കുക. 0 - 6. 0ൽ നിന്നും 6 മൈനസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. വി ക്യാൻ ടേക്ക് 1 ഹിയർ. ഹിയർ ഈസ് 10, ഹിയർ 8. 10 - 6 4 and 7. 8 - 1 7 equal 74. 2 are same answer. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ആൻസറും ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് എഴുതി കിട്ടിയ ആൻസറും എന്താണ്? സെയിം ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻ ദീസ് ആൻസർ all of you write it in your textbook and also write in your notebook. Okay. നെക്സ്റ്റ് ആക്ടിവിറ്റി സ്വീറ്റ്സ്. ഇതുപോലെ തന്നെ ലഡുവിൻ്റെ കണക്ക് തന്നിട്ടുണ്ട്. അതിന് നമ്മൾ കണ്ടെത്താനുള്ള ഒരു പ്രവർത്തനമാണ്. ദെൻ ദാറ്റ് ആക്ടിവിറ്റി വി ക്യാൻ ഡു നെക്സ്റ്റ് ക്ലാസ്. ദെൻ നൗ വി ക്യാൻ സ്റ്റോപ്പ് ദിസ് ക്ലാസ്. താങ്ക് യു all of you.